ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് വളരെ അൺപ്ലാൻഡ് ആയിട്ട് വ്ളോഗാണ്. കാരണം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു റീലാണ്. അത് യൂട്യൂബ് ഷോർട്സ് ആയിട്ടും വരും, പക്ഷെ അതിന്റെ BTS ഞങ്ങൾ ഒരു ഫൺ രീതിയിൽ എടുക്കുന്നതായിരിക്കും. സോ ഇത് പ്രൊഫഷണൽ ആയിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടി ഒരു BTS ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഗെറ്റപ്പ് ഒക്കെ ഇപ്പം മാറും. അയ്യോ, ഇത്രയും വണ്ണം വെച്ചുകൊണ്ട് ഈ ഗെറ്റപ്പ് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മള് എന്താ പറയുക, 100% കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്താലും വേണ്ടേ. സോ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് പോവാം. ഓക്കെ, സോ ഗൈസ്, ഇത് ഒരുവിധം എല്ലാവരുടെയും നമുക്ക് വീട്ടിൽ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ബാമും അങ്ങനത്തെ എല്ലാം കാണും. പക്ഷെ ഇത് സയന്റിഫിക്കലി പ്രൂവൺ, ഈ മെഷീൻ അല്ല, ഇതിലെ ടെക്നോളജി സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ടെൻസ് മസാജർ ആണ്. ഇത് അഗാരോയുടെ ഡ്യുവൽ ചാനൽ ടെൻസ് മസാജർ ആണ്. സോ ടെൻസ് മസാജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിഗ്നൽസ് വിട്ട് നമുക്ക് മസാജ് ഇൻഡ്യൂസ് ചെയ്യാണ്. സോ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതിപ്പോ ഈ അഗാരോ പോക്കറ്റ് സൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില് 24 പ്രീ പ്രോഗ്രാം മസാജസ് ഓൾറെഡി ഉണ്ട്. ഡ്യുവൽ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇതിന്റെ ഒരു ചാനലിൽ നമുക്ക് 2 പാഡ്സ് അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലൂടെ വേറെ എക്സ്ട്രാ ചാനൽസും കിട്ടും. സോ അറ്റ് എ ടൈം നമുക്ക് ഇതുപോലെ 4 പാഡ്സ് അറ്റാച്ച് ചെയ്യാം. ഇതിലൂടെ 13 പാഡ്സ് ആണ് വരുന്നത്. നമ്മുടെ ആർത്രൈറ്റിസ്, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, സ്പോർട്സ് ഇഞ്ചുറീസ്, റിലാക്സേഷൻ, പീരിയഡ്സ് പെയിൻ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതനുസരിച്ച് പല സൈസിലുള്ള പാഡ്സ് വരുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. സോ ഏകദേശം ഒരു 2 തൊട്ട് 4 മണിക്കൂർ വരെ നമുക്ക് ഇതിന്റെ യൂസബിലിറ്റി കിട്ടും. പോക്കറ്റ് സൈസ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. സോ ഞാൻ ഇതിന്റെ ഡിഫറെന്റ് മോഡ്സ് കാണിച്ചു തരാം. ഇത് സാധാരണ മസാജ് മോഡ്, ഇത് നമ്മുടെ ഒരു അക്യുപഞ്ചർ പോലെ, ഇത് സക്ഷൻ കപ്പ്, ഇത് നമ്മുടെ ഇടിച്ച് മസാജ് ചെയ്യുന്ന പോലെ, അങ്ങനെ ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്. അതിൽ A ചാനലും B ചാനലും നമുക്ക് ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. ഈ മുകളിൽ കാണുന്ന ടൈമർ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. 30 മിനിറ്റ്സ് വരെ വെക്കുക. സോ ഇതുപോലെ ജസ്റ്റ് ക്രോസ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കുക. ഞാൻ സാധാരണ ഇത് കാഫില കൊടുക്കുന്നത്, ഇപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കുവാണ്. ഇതിവിടെ വെച്ചിട്ട് ഇപ്പം എൻ്റെ കാല് ഇതിൽ അനങ്ങുന്ന നോക്കിക്കോട്ടെ. കണ്ട, കോൺട്രാക്ട് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതുമായിട്ട്. സോ അത്രയും ഇൻറ്റൻസ് ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് നമുക്കിതിൽ മസാജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആക്ച്വലി നാച്ചുറലി പെയിൻ റിലീഫ് തരുന്ന ഒരു സംഭവമാണ്. നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ പെയിൻ റിലീഫ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതാണ് റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ വീട്ടിൽ ഏജ് ആയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു സാധനം ഓർഡർ ചെയ്യുക. ഞാൻ ഇതിന്റെ ലിങ്ക്, ആമസോണിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഐ എം ഷുവർ ഇറ്റ് ബി വെരി ഹെൽപ്ഫുൾ. വെറുതെ നമുക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും റിലീഫ് ആയിരിക്കും. ഇനി നേരെ ഷോപ്പിലേക്ക് പോകാം. ഇതൊരു ചെറിയ വ്ളോഗാണ്. ഇത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി അല്ലാതെ വരെ ഈ രൂപം മാറിയത് കണ്ട, ഇതൊക്കെ നോക്ക്. സോ ഇന്ന് നമ്മള് ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഇവിടുത്തെ ഒരു പ്രൊമോഷൻ ഷൂട്ടിയാണ് ഒരു ഹാപ്പി സ്റ്റോറിൽ. സോ അതിന് വേണ്ടിയുള്ള ഒരു മേക്ക് ഓവർ ആണ്. പക്ഷെ ഇതല്ല മേക്ക് ഓവർ, വേറെ ലുക്കിലേക്ക് വരും. അത് നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖം കണ്ടിട്ട് അമ്മമാരെ എന്നെ കണ്ടപ്പോ 25 വയസ്സൊക്കെ പറയുന്നുള്ളൂ എന്ന്. ചുമ്മാ അമ്മയല്ലേ, കുറച്ച് പൊക്കി പറയുമല്ലോ മോനെ. സോ എന്തായാലും എന്റെ ഈ ലുക്ക് കണ്ട് ശരി വരുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാവേ. സോ വെൽക്കം ടു എ ഫൺ BTS ബിഹൈൻഡ് ദ സീൻസ് വ്ളോഗ് ആയിരിക്കും ഇത്. ഇന്നത്തെ ഓൾ ഇൻ ഓൾ ഇൻചാർജ് ഡയറക്ടർ പ്രിയ മോഹന്, അത് ആർട്ടിസ്റ്റ് പ്രിൻസ്. ഇത് ഡബിൾ റോൾ ആണ്. ഇന്ന് ആക്ടറും ആണ്, ആ സമയത്ത് സിനിമാറ്റോഗ്രാഫറും ആണ്. പിന്നെ എന്റെ മുഖം കണ്ട് ചിരി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ നോക്ക്. ആ മീശം കൂടെ എടുക്കാൻ ഞാൻ പറഞ്ഞതാ. എന്റെ ഒപ്പം മീശൊക്കെ വരും. ഞാൻ ഈ കൃതാവും കൂടെ കളഞ്ഞ ഭയങ്കര ഗ്ലാമറാ. പറഞ്ഞു കൊടുക്ക്. ആയില്ലേ? സഹിക്കുന്നില്ല. വളരെ നല്ല ദിവസം കൂടിയാണ് ഇന്നിവിടെ, പള്ളിപ്പെരുന്നാളും കൂടിയാണ്. സോ ദേ നല്ല തിരക്കുണ്ട്. ഐസ്ക്രീം ഒക്കെ ഇവിടെ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. സോ ആകെ കൂടെ ഒരു ഫെസ്റ്റീവ് മൂഡാണ്, നമുക്ക് പറ്റിയ ഒരു ഫീലാണ്. ആൻഡ് ദേ ഓണം ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഷൂട്ടിങ്ങിന് റെഡി ആയിരിക്കുമ്പോൾ 2 ടോപ്പ് പാർട്ട്നേഴ്സ് ഫുൾ ടൈം എന്തോ സീരിയസ് ഡിസ്കഷനിലാണ് ഫ്രഞ്ച് ടോസ്റ്റില്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉപ്പും മുളകി പോയാൽ മതി. വലിയ ആൾക്കാർക്കൊക്കെയാണ് അവിടെ ഡിസ്കഷൻ പറ്റുള്ളൂ. നമുക്ക് അതോടെ ഡിസ്കഷൻ കഴിഞ്ഞു. മറ്റേതായിരിക്കുമല്ലോ, വേറെ ലെവലായിരിക്കും. ഇവിടെ തന്നെ ഉള്ളൂ. അതെ, പരമ്പലേഖറിലുള്ള ഡിസ്കഷൻസേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെന്നെ എന്നെ കണ്ടിട്ട് ചിരി വരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റോറിലെ പ്രൊമോഷൻസ് കുറച്ച് ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിട്ട് ചെയ്യണം. എപ്പോഴും എല്ലാവരും ചെയ്യുന്നത്
ലൈക്ക് മോഡൽസിനെ വെച്ച് അതൊന്നും നമുക്ക് ചെയ്യണം, മോഡൽസ് വെച്ച് ഡ്രസ്സ് ഇടുന്നതാണല്ലോ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ആൾക്കാരെ രസിപ്പിക്കണം, അങ്ങനത്തെ ഒക്കെ രീതി ചെയ്യണം എന്നുണ്ട്. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര താല്പര്യമാണ്. ഞങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, വി ലവ് ടു എന്റർടൈൻ യു ഗൈസ്. സോ അതിൽ എന്ത് ലെവൽ വേണമെങ്കിലും പോകാൻ റെഡിയാണ്. സോ അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് പ്ലാൻ ചെയ്തു. സോ ഒരു ഇന്നോവേറ്റീവ് പ്രൊമോഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇഫേർട്ട് ഞങ്ങൾ പുറകിൽ എടുത്തിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജെഫ്രിൻ താടി ഷേവ് ചെയ്തത്. കുറച്ചും കൂടെ ജെഫ്രിൻ വിചാരിച്ചെങ്കിൽ മീശം കൂടെ ഷേവ് ചെയ്ത സൂപ്പർ ആയത്. ജെഫ്രിൻ മീശ ഷേവ് ചെയ്ത പിന്നെ ജെഫ്രിന്റെ എന്താ പറയുന്നത് എല്ലാം പോയി എന്നാണ് ജെഫ്രിന്റെ വിചാരം. വീട്ടിൽ പോയപ്പോ ചേച്ചിയൊക്കെ കളിയാക്കി വിട്ടു. ഞാൻ ഇപ്പൊ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്ക് ഓവർ ആയിട്ട് വരട്ടെ. ഇപ്പൊ ഒരാളുടെ ആക്കിയുള്ള ചിരി കാണാം കേട്ടാ. കണ്ടോ ജെഫ്ര കണ്ടോ? കണ്ട ആ മീശ കൂടെ ഷേവ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ. ഞാൻ എന്റെ കൊറേ കാണിച്ചു. റെഡിയാണോ? വാ 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 വാ. എങ്ങനെയുണ്ട്? ഏത് മുതലാളി സ്റ്റോറിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും? പറ. അത് ശരിക്കും മുതലാളിനോട് പറയണം. ആ ശരിക്കുള്ള മുതലാളിനോട് മഴ. ഈ തൊഴിലാളികൾക്കൊക്കെ അതിനുള്ള വാല്യൂ തരാൻ. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ എല്ലാം റിയലാണ്. എല്ലാ ആലിസ്റ്റോസ് ഇത് റിയലാണ്. ഇത് ഒരെണ്ണം മാത്രം പ്രിയാണ്. ഇത് അവിടെ ഒരു ഹാപ്പി സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് 5000 രൂപ മുടക്കി ഷർട്ടും പാന്റും ഒക്കെ വാങ്ങിയിരിക്കുവാണ് ഈ ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്റെ റീഇംബേഴ്സ്മെന്റ് മുതലാളിയോട് ചോദിക്കണം. താടിയുടെ ആദ്യം ചോദിക്കണം. എന്റെ ഞങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് വേണം ഇതിനൊക്കെ കേട്ടാ. ഇത്രയൊക്കെ കോസ്റ്റ്യൂംസ് വാങ്ങിയത് വേണ്ടേ? ഡയറക്ഷൻ മുതലാളി തന്നെയല്ലേ, മുതലാളിയുടെ സ്റ്റോറിന് വേണ്ടി. ഹാപ്പി സ്റ്റോറിലെ സ്റ്റാഫിനൊക്കെ ഫ്രഞ്ച് സ്റ്റോഴ്സ് കൊണ്ടുപോയിട്ട് ഫ്രഞ്ച് സ്റ്റോറിൽ കൊണ്ടുപോയി ഡിസ്കഷൻ നമുക്കൊന്നും ഒരു വിലയില്ല. ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ ഇരുന്ന് ഡിസ്കഷൻ ചെയ്യും? ഓഹോ, വേറെ സ്ഥലം ഒന്നും കിട്ടണില്ല. അപ്പൊ തുടങ്ങാം. എന്റെ അപ്പനെ ശൈലി മുംബൈ പോലീസിന് ശേഷം വെളിയിൽ കൊണ്ടുവരാൻ പോവാണ്. ഡയറക്ടർ ഇന്ന് പ്രിയ എന്ന് ദിലുവിനെ കൊല്ലൂന്ന് എനിക്ക് തോന്നുന്നത്. ഗ്ലാമർ ആണോ അല്ലേ? ഉള്ള ഇത് മൊത്തം തീർക്കും ഡയറക്ടർ പ്രിയ. തുടങ്ങാം. എന്തായാലും ഒരു 4 മണിക്കൂർ മിഡ് നൈറ്റ് ഒക്കെ പോകും കേട്ടോ ഷൂട്ടിംഗ്. കാരണം 20 സെക്കൻഡ് ദില്ലിന്റെ കാര്യം പോയി. അപ്പൊ ജെഫ്രിന്റെ എനിക്ക് പ്രിൻസിനെ കൊണ്ട് കരയിപ്പിക്കണം. ഞാൻ ഒരു അടി തരട്ടെ കരയോന്ന്. ഈ പ്രിൻസ് ആണെങ്കിൽ ഒരു അടി വന്നാ അടുത്തടി കരയണം. പിന്നെ ഇതിൽ ഇനി ആശിഷും പ്രിൻസും ജെഫ്രിന്റെ അവർ എന്റെ കഴിഞ്ഞല്ലോ. ഓക്കെ ആയിരുന്നല്ലോ. താങ്ക് യു മാഡം. അപ്പൊ രാത്രി ഡിന്നർ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തരുമോ? അതിന് ഒരു ഒറ്റ പ്രതീക്ഷയിലാണ്. തകർത്തവരേക്ക് കേട്ടല്ലോ ആശിഷ്. അതെ, നന്നായി വന്നു വരുന്നത്. എന്നെ കൂടെ നിന്ന് എന്നെ നീ എന്നെ തൊട്ട് എന്നെ പറഞ്ഞിട്ട് ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. അമ്മ വന്ന് മിക്കവാറും ഇത് കഴിയുമ്പോ ജെഫ്രിൻ കൊറേ സിനിമ ഓഫേഴ്സ് വരും കേട്ടാ. എക്സ്പ്രഷൻ ആണ് ആശിഷ്. ആശിഷിന്റെ വെള്ളം ഇപ്പൊ ഇറങ്ങി കേട്ടോ വായനുള്ളത്. എന്താണ് പേര്? തമ്പാനില്. ആവേശം കാണാത്ത ആളാണ് കേട്ടാ. കേരളത്തിൽ ആർക്കൂടെ ഒരാളെ കാണുള്ളൂ ആവേശം കാണാത്ത. അത് പ്രിയ ആയിരിക്കും. എവിടെ കണ്ട്? ഞങ്ങൾ അഭിനയിക്കുന്ന കണ്ടു. ഓക്കെ റെഡി. ഓ ജെഫ്രിൻ എല്ലാം ഫസ്റ്റ് ടേക്കിൽ പ്രിയനെ ഞെട്ടിച്ചോണ്ട് ജെഫ്രിൻ മുന്നേറുവാണ്.
അത്രയും വിട്ടോടെ ഇരിക്കട്ടെ മിഷ. സൈഡ് വ്യൂ കാണിച്ച്. സൈഡ് തിരിയോ, ഫേസ് തിരിക്കാൻ കൊടുക്ക്. കണ്ടോ? ഫസ്റ്റ് ടേക്ക് ആണ്. ഓൺ ചെയ്തിട്. ഓണാണ്. വരവോ അഭിനയിച്ചോ? നോക്കട്ടെ എങ്ങനെ വരുന്നു. അഭിനയിക്കുന്നുണ്ടല്ലോ. പക്ഷെ കൈ കുറച്ച് ഔട്ട് ഫ്രെയിം ആയി തോന്നുന്നു. ബാക്കിയെല്ലാം ഓക്കെ തോന്നുന്നു. ഓ പ്രിയ ഷോക്ക്. ജഫ്രിൻ റോക്ഡ്, പ്രിയ ഷോക്ഡ്. 2 ആണ്. പാടല്ലേ ഇത്? ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ, പക്ഷെ അത് പാടുള്ള എക്സ്പ്രഷൻ. വിഷമവും വേണം, ദേഷ്യവും വേണം. റെഡിയാ? എന്റെ എവിടം വരെ ഉണ്ട്? ചേട്ടന്റെ ഫുൾ ഇവിടം വരെ ഉണ്ട്. ഓക്കെ അത്രയും കുഴപ്പമില്ല. ഇല്ല അത്രയും വേണം. ഓക്കെ, ഫ്രണ്ട്സിന്റെ ഹെഡ് കട്ടാവില്ല. ആക്ഷൻ പറയണേ. ഫ്രണ്ട്സ് നോക്കല്ലേ? റെഡി? മൂട് വന്നോട്ടെ. ഫ്രണ്ട്സ് നോക്കല്ലേ? എന്റെ കൂടെ നിന്ന് എന്റെ ദുഡ് വാങ്ങിച്ച് എന്റെ ഫുഡ് തിന്ന് എന്റെ പാട്ടിൽ തടങ്ങിട്ട് നിന്റെ ഇഷ്ടത്തിന് പോകണം. അതെ, പേടി പറഞ്ഞാ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാ കേട്ടാ. ഞാൻ നിങ്ങൾ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ ക്രൂരനാ. ഈ ആശിഷ് ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഏറ്റവും വലിയ ക്രൂരൻ. നിങ്ങളെ കൊന്നിരിക്കും. അത് വെട്ടി വെട്ടി തുണ്ടമാക്കും ഞാൻ. അപ്പൊ ഒപ്പിക്കാം. അതിന് ഞാനൊരു അടിയായിരുന്നു. ഞാൻ പറയട്ടെ, അതെ, മുഖമൊക്കെ സ്പ്രേ ചെയ്യുന്നു. വേർത്ത് പേടിച്ചിരിക്കണം. ഏത് സ്പ്രേ എവിടെ കണ്ടെരിയുടെ സ്പ്രേ വല്ലതും ഉണ്ടോ? മറ്റേ സാനിറ്റൈസർ ഉണ്ട്. അത് നല്ലത്. സാനിറ്റൈസിങ് സ്പ്രേ ഉണ്ട്. അത് നല്ലത്. അത് ഞാൻ പറയാം. രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോ അത് മതി. ആദ്യമേ രണ്ടുപേരും പേടിച്ച് വിറയ്ക്കണം. മുഖമൊക്കെ നല്ല എനിക്ക് നമ്മൾ രണ്ടുപേരും മൂലക്ക് പോയി ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ വരുന്ന പോലത്തെ ഒരു പേടി കേട്ടാ. വേർത്ത് കുളിക്കുന്ന പോലെ. ഓ അത് തന്നെ. അത് തന്നെ. ഓക്കെ, ഇനി പ്രിൻസിന്റെ കണ്ണടച്ചോ? അടിയിലൊക്കെ അടിക്കും പ്രിയ, കഴുത്തിലൊക്കെ. എന്നാലും ഇരുന്നോട്ടെ. ഓക്കെ, റെഡി? ബാക്കിലേക്ക് ഇരിക്കുക. ബാക്കിലേക്ക് പോ. പ്രിൻസിന്റെ സൗണ്ട് ഒന്നും നല്ല പേടിയായിരുന്നു. ഓക്കെ, റെഡി? പേടി ഇപ്പളേ നിക്കട്ടെ. എന്റെ കൂടെ നിന്ന് എന്റെ ദുഡ് വാങ്ങിച്ച് എന്റെ ഫുഡ് തിന്ന് എന്റെ പാട്ടിൽ തടങ്ങിട്ട് നിന്റെ ഇഷ്ടത്തിന് പോകണം. ആക്ഷൻ. പേടി തൊപ്പിയിട്ട് സൗണ്ട്. എന്തായി ഡയറക്ടർ? വെള്ളം തരൂ. ഞങ്ങള് മിഡ് നൈറ്റ് ഷിഫ്റ്റ് വരെ പോയി. അപ്പൊ എവിടെ ബായ് പറയില്ലേ? പാക്കപ്പ് ഇല്ലേ? അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പൊ ആശിഷ്, ബാക്കിയൊക്കെ നമ്മുടെ എഡിറ്റിംഗിലായിരിക്കണം കേട്ടാ. സിനിമ ലെവൽ ഗ്രേഡിംഗ് ആയിരിക്കണം. കുറച്ച് കോമഡി ആയിരിക്കണം, പക്ഷെ സംഭവം അടിപൊളി ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെയും കോപ്പറേഷൻ കൊണ്ട് താങ്ക്സ്. നാളെ ജഫ്രിൻ മീശയും കൂടെ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ ഒരു നിങ്ങൾ 1 മില്യൺ ആക്കിയാലേ ഞങ്ങൾക്ക് ഹയാത്തിൽ പോകാൻ പറ്റുള്ളൂ കേട്ടാ. അതെ, അപ്പൊ ഒരു ചെറിയ BTS വീഡിയോ ആയിരുന്നു. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ 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 ബൈ. വീട്ടിൽ പോകുന്നില്ല ഇന്ന്? പോകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഒരു ഹാപ്പി സ്റ്റോറിൽ വരണം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സ്റ്റോറിന്റെ പ്രൊമോഷൻ വേണ്ടി ഫണ്ടിയായിട്ട് നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ നോക്കുവാണ്. നമ്മുടെ സ്റ്റോർ വരുന്നത് പനമ്പിളി നഗർ, ഓപ്പോസിറ്റ് ഫ്രഞ്ച് ടോസ്റ്റ് കഫേ,
അംബികാപുരം ചേർച്ച് റോഡാണ്. ഒരു ഹാപ്പി സ്റ്റോറിന് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാ ബ്രാൻഡ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ പ്രാണ വന്നിട്ടുണ്ട്, പൂർണ്ണിമ ഇന്ദ്രജിത്തിന്റെ. അതല്ലാതെ ഇനിയും കുറേ നല്ല ബ്രാൻഡ്സ് വരുന്നുണ്ട്. ഉള്ള ബ്രാൻഡ്സ് കിട്ടിലിനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സൽവാർസ്, സാരീസ്, ഡെയിലി വെയർസ്, ജ്വല്ലറീസ്, ഇമ്പോർട്ടഡ് ജ്വല്ലറീസ് വിത്ത് വാറണ്ടി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്കും ഫുള്ളി സ്റ്റോക്ക്ഡ് ആണ്. ഇമ്പോർട്ടഡ് ക്ലോത്ത് ഫ്രം ബാങ്കോക്ക് ആൻഡ് കുറച്ച് മലേഷ്യ എന്നുള്ള ക്ലോത്തിങ് ഒക്കെ ഉണ്ട്. സോ എല്ലാവരും വരണം. എന്തായാലും ആദ്യമേ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ റീല് കണ്ട് എൻജോയ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലെ റീല് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം.